2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അധികാരം പിടിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരത്തിന് പുറത്തു പോയാൽ കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF എന്ന രാഷ്ട്രീയ മുന്നണിയും സംസ്ഥാനത്ത് രാഷ്ട്രീയമായി അപ്രസക്തമാകുമെന്ന കണക്കുകൂട്ടലാണ് നേതൃത്വത്തിനുള്ളത്. ഈ ഇടവേളയിൽ തന്നെ BJP സംസ്ഥാനത്ത് ആധിപത്യം ഉറപ്പിക്കുമെന്ന കാഴ്ചപ്പാടും കോൺഗ്രസ് UDF നേതൃത്വങ്ങൾക്കുണ്ട്. ഇതിനാൽ തന്നെ കൃത്യമായ മുന്നൊരുക്കങ്ങളോടുകൂടി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കർമ്മ പദ്ധതി തയ്യാറാക്കിയതും വിജയകരമായി നടപ്പാക്കി മുന്നോട്ട് പോയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസും UDFും അനായാസേന അധികാരത്തിലെത്തുമെന്ന ഒരു അന്തരീക്ഷമാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിത്തീരുന്നത്. എന്നാൽ കാര്യങ്ങൾ തകിടം മറിച്ചത് രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ലൈംഗിക അപവാദ ആരോപണങ്ങളായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് VD സതീശൻ എന്ന നേതാവ് കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യവും നിലനിന്നിരുന്നു. PV അൻവറിനോട് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള കർശനമായ നിലപാട് പൊതുസമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ കയ്യടി നേടിക്കൊടുത്തിരുന്നു. സ്വാഭാവികമായും UDF അധികാരത്തിലെത്തിയാൽ സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് ഏവരും വിലയിരുത്തിയിരുന്നു. എന്നാൽ ലൈംഗിക അപവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തോട് VD സതീശൻ സ്വീകരിച്ചിട്ടുള്ള കർശനമായ നിലപാടുകളെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ നേതൃനിരയിലും അണികൾക്കിടയിലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. പൊതുസമൂഹത്തിനിടയിലും VD സതീശനെതിരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരുവാൻ ഈ സംഭവം കാരണമായി. കോൺഗ്രസ് അണികൾക്കിടയിൽ നിന്നും സൈബർ ഗ്രൂപ്പുകൾക്കിടയിൽ നിന്നും സതീശന് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയാൻ ഇടയാക്കിയ സാഹചര്യവും ഇതിൽ നിന്ന് തന്നെ ഉരുത്തിരിഞ്ഞതാണ്. VD സതീശനെ സംബന്ധിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വലിയ പിന്തുണ അദ്ദേഹം എല്ലാ ഘട്ടത്തിലും അനുഭവിച്ചിരുന്നു. സതീശന്റെ താല്പര്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് വൈമനസ്യത്തോടു കൂടിയാണെങ്കിലും K സുധാകരനെ വലിയ റിസ്ക് എടുത്ത് പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഹൈക്കമാൻഡ് മാറ്റിക്കൊടുത്തത്. എന്നാൽ പിന്നാലെ എത്തിയ സണ്ണി ജോസഫുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനും സതീശൻ ചില പരിമിതികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. സണ്ണി സതീശൻ ടീമിന് ഫലപ്രദമായി പാർട്ടിയെ മുന്നോട്ട് നയിക്കുവാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഘടകകക്ഷികളും നേതൃനിരയിലെ മറ്റ് നേതാക്കളും അഭിപ്രായപ്പെടുന്നത്. ഇക്കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ സംസ്ഥാന കോൺഗ്രസിന്റെ കടിഞ്ഞാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനകളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചും കേരളം വളരെ നിർണായകമായ ഒരു സംസ്ഥാനമാണ്. 2019 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പ്രതിനിധീകരിച്ചിരുന്നത് കേരളത്തിൽ നിന്നുള്ള വയനാട് മണ്ഡലത്തെയാണ്. പിന്നീട് ഇപ്പോൾ രാഹുൽ വയനാട് MP സ്ഥാനം ഒഴിഞ്ഞ ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പ്രിയങ്ക ഗാന്ധി പ്രതിനിധീകരിക്കുന്നത് വയനാടിനെയാണ്. ഇതിനെല്ലാം അപ്പുറം കോൺഗ്രസിന് ആകെയുള്ള 99 ലോക്സഭാ MPമാരിൽ 15 പേരെയും സംഭാവന ചെയ്തിരിക്കുന്നത് കേരളം എന്ന ഒരു കൊച്ചു സംസ്ഥാനം തന്നെയാണ്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ കണക്കിലെടുത്താണ് സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വവും കടിഞ്ഞാണും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഏറ്റെടുക്കുന്നത്. ഇതിന്റെ ഭാഗമായി കൃത്യമായ ഒരു കർമ്മ പദ്ധതിയും ഹൈക്കമാൻഡ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി ആദ്യമായി അവർ ചെയ്യുവാൻ പോകുന്നത് സംസ്ഥാനത്ത് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന പുനഃസംഘടന പുനരുജ്ജീവിപ്പിക്കുക എന്ന തീരുമാനമാണ്. ഏതാനും ദിവസങ്ങൾക്കകം തന്നെ KPCCക്ക് പുതിയ ഭാരവാഹികളും DCCക്ക് പുതിയ അധ്യക്ഷന്മാരും ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃത്വം ഹൈക്കമാൻഡ് ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി ദീപാദാസ് മുൻഷി എന്ന AICC ജനറൽ സെക്രട്ടറി സംസ്ഥാനത്ത് മുഴുവൻ സമയം തമ്പടിക്കുമെന്ന സൂചനകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ തമ്പടിക്കുന്നതിന്റെ ഭാഗമായി അവർ തിരുവനന്തപുരത്തും കൊച്ചിയിലും വാടക വീടുകൾ എടുത്തു കഴിഞ്ഞു എന്ന സൂചനകളാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പുറത്തുവിടുന്നത്. ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ദേശീയ ഭാരവാഹികൾ ഈ വീടുകളിൽ താമസിച്ചുകൊണ്ടായിരിക്കും കോൺഗ്രസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നിയന്ത്രിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിലെല്ലാം ഉപരിയായി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും കോൺഗ്രസ് ചില നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം ഹൈക്കമാൻഡിന്റെ മേൽനോട്ടത്തിലാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയിരുന്നത് സുനിൽ കനകോലു എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞനെയായിരുന്നു. സുനിൽ കനകോലുവും അദ്ദേഹം നിയോഗിച്ചിട്ടുള്ള സ്വതന്ത്ര ഏജൻസിയും നടത്തുന്ന സർവേകളുടെയും അതിന്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലാകും കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതനുസരിച്ച് കോൺഗ്രസിൽ യുവതലമുറയെയും മുതിർന്ന തലമുറയെയും ഒരുപോലെ ചേർത്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു സമീപനമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നും സൂചനകളുണ്ട്. 2021 പൊതു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പുതുമുഖങ്ങൾക്ക് പാർട്ടി അവസരം നൽകിയിരുന്നുവെങ്കിലും വിരലെണ്ണാവുന്ന പുതുമുഖങ്ങൾ മാത്രമാണ് അന്ന് വിജയിച്ചു കയറിയത്. അതിനാൽ തന്നെ 2026 പരിചയസമ്പന്നർക്കും പുതുമുഖങ്ങൾക്കും ഒരുപോലെ അവസരം നൽകിക്കൊണ്ടൊരു സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് തയ്യാറാക്കുവാൻ പോകുന്നത്. സുനിൽ കനകോലുവിന്റെ റിപ്പോർട്ട് പ്രകാരം 60 സീറ്റുകളിലെങ്കിലും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒറ്റയ്ക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.
എന്നാൽ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയമാണ് ഇവിടെ നടത്തേണ്ടത്. മുതിർന്ന നേതാക്കളെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് പല മണ്ഡലങ്ങളിലും വിജയമുറപ്പിക്കുവാൻ കോൺഗ്രസ് ശ്രമിക്കണമെന്നും കനകലു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മുൻ KPCC അധ്യക്ഷന്മാരായിരുന്ന VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും വരെ മത്സരരംഗത്തുണ്ടാകും എന്നതിന്റെ സൂചനകളും പുറത്തുവരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യന്താപേക്ഷിതമായ ഒരു ഘട്ടത്തിൽ ചില MP-മാരെയും മത്സരരംഗത്തേക്ക് ഇറക്കുവാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ കോന്നി പോലുള്ള മണ്ഡലത്തിൽ അടൂർ പ്രകാശിനെ തിരികെ എത്തിച്ചെങ്കിൽ മാത്രമേ വിജയം കൊയ്യുവാൻ കഴിയൂ എന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉൾപ്പെടെ വിലയിരുത്തുന്നത്. ഇതുമാത്രമല്ല, ഇഴവ വോട്ടുകളെ അടുപ്പിച്ചു നിർത്തുവാനും അടൂർ പ്രകാശിനെ പോലെ ആ സമൂഹത്തിൽ നിന്നൊരു നേതാവിന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണെന്നും അവർ വിലയിരുത്തുന്നു. ഇനി പ്രചരണ രംഗത്തേക്ക് വരുമ്പോൾ ഷാഫി പറമ്പിലാണ് സംസ്ഥാന നേതൃനിരയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടം വിവാദവുമായി ബന്ധപ്പെട്ട് VD സതീശനോട് അകന്നു മാറിയ ഷാഫിയും രാഹുലും ഉൾപ്പെടെയുള്ള ഒരു ടീം PC വിഷ്ണുനാഥിനെ കൂടി ചേർത്ത് നിർത്തി പഴയ A ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിച്ച് ഒരു കൊട്ടാര വിപ്ലവത്തിലൂടെ പാർട്ടിയിൽ അധികാരം പിടിക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നതും കോൺഗ്രസ് ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ തന്നെ ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെയായിരിക്കും സംസ്ഥാനത്ത് താരപ്രചാരകരായി മാറുക എന്ന സൂചനകളും പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുലും പ്രിയങ്കയും ചേർന്ന് കേരളത്തിലെ 14 ജില്ലകളിലൂടെയും കടന്നു പോകുന്ന ഒരു പര്യടനമാണ് ബീഹാർ മോഡലിൽ കേരളത്തിലും ആവിഷ്കരിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരം ഒരു പര്യടനം നടന്നാൽ അത് താഴെത്തട്ടിൽ കോൺഗ്രസിന് വലിയ ഊർജം പകരുമെന്നും താഴെത്തട്ടിലുള്ള ഘടകങ്ങളെ ശക്തിപ്പെടുത്തുമെന്നുമാണ് നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം ഒരു മാസക്കാലം എടുത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരു പദയാത്ര തന്നെയാണ് ഇവിടെ ആസൂത്രണം ചെയ്യപ്പെടുന്നത്. ഔദ്യോഗികമായി പാർട്ടി വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല എങ്കിൽ പോലും കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ തത്വത്തിൽ ഇക്കാര്യത്തിൽ ധാരണയായ എന്ന സൂചനകളും പുറത്തുവിടുന്നുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി ഗൗരവത്തോടു കൂടി കണക്കിലെടുത്താണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത്തരമൊരു നീക്കത്തിന് മുതിരുന്നത്. ലീഗ് നേതൃത്വം പറയുന്നതനുസരിച്ച് കോൺഗ്രസ് നേതൃനിരയിൽ ഐക്യമുണ്ടായെങ്കിൽ മാത്രമേ സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് തിരികെ എത്തുവാൻ പാർട്ടിക്കും മുന്നണിക്കും സാധിക്കൂ എന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. VD സതീശൻ ഒന്നാം സ്ഥാനക്കാരനായി നിൽക്കുമ്പോൾ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിനൊപ്പം തന്നെ അവകാശവാദങ്ങളുമായി മുഖ്യമന്ത്രി പദവിക്കായി ചരടുവലികൾ നടത്തുന്നുണ്ട്. ശശി തരൂരിനെ പോലൊരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാൽ കേരളത്തിൽ 100-ലധികം സീറ്റുകൾ അനായാസേന നേടിയെടുക്കുവാൻ കഴിയുമെന്ന് നിഷ്പക്ഷരായ നിരവധി നേതാക്കളും പ്രവർത്തകരും സാധാരണക്കാരായ കോൺഗ്രസ് അനുഭാവികളും പൊതുസമൂഹവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. KC വേണുഗോപാലിനെ പോലെ ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ ഒരു നേതാവിനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തിക്കണമെന്നും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്ന ചോദ്യം അപ്രസക്തമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേരിട്ടിറങ്ങി പ്രചരണം നയിച്ച് പാർട്ടിയുടെ വിജയം ഉറപ്പാക്കുന്ന തരം ഒരു പ്രചരണ തന്ത്രമാണ് അണിയറയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ശശി തരൂരും VM സുധീരനും അടക്കമുള്ള മുതിർന്ന നേതൃനിര രാഹുലിനും പ്രിയങ്കയ്ക്കും പിന്നിൽ അണിനിരക്കുമ്പോൾ കേരളത്തിൽ സ്വപ്നതുല്യമായ വിജയം നേടിയെടുക്കാമെന്ന് പാർട്ടി കേന്ദ്രങ്ങളും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുവാൻ നടത്തുന്ന ചരടുവലികളുടെ ഭാഗമായിട്ടാണോ ഹൈക്കമാൻഡ് കേരളത്തിൽ കോൺഗ്രസിന്റെ കടിഞ്ഞാണ് ഏറ്റെടുക്കുന്നതെന്ന് ചില കേന്ദ്രങ്ങൾ ഇപ്പോഴും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ചടുലമായ നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുലും പ്രിയങ്കയും സോണിയയും വയനാട്ടിലെത്തി മടങ്ങിയതിന് പിന്നാലെ തന്നെ ജീവനൊടുക്കിയ DCC ട്രഷററുടെ ബാങ്കിലെ സാമ്പത്തിക ബാധ്യത അടച്ചു തീർക്കുവാൻ KPCCക്ക് നിർദ്ദേശം നൽകിയതും 60 ലക്ഷം രൂപയോളം വരുന്ന ബാധ്യത KPCC പൂർണ്ണമായും പണം മുടക്കി അടച്ചു തീർത്തിട്ടുള്ളത്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയനെതിരെയും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനെതിരെയും ശക്തമായ ജനവികാരമാണുള്ളത്. സംസ്ഥാനത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇടതിന്റെ ഭരണം അവസാനിച്ചേ മതിയാകൂ എന്നും ജനങ്ങൾ കരുതിക്കൂട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് നേതൃനിരയെക്കുറിച്ച് അവർക്കൊരു ആത്മവിശ്വാസം ഇല്ലാത്തതാണ് ഇപ്പോഴും ഭരണമാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ചില തർക്കങ്ങൾ നിലനിർത്തുന്നത്. എന്നാൽ രാഹുലും പ്രിയങ്കയും നേതൃത്വം ഏറ്റെടുത്ത് പ്രചരണ രംഗത്ത് കൊഴിപ്പിക്കുന്നതോടുകൂടി ഇക്കാര്യത്തിലുള്ള അവ്യക്തതകൾ നീങ്ങുമെന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുവാൻ കഴിയുമെന്നും സ്വപ്നതുല്യമായ ഭൂരിപക്ഷം നേടി അധികാരം പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നുമുള്ള ആത്മവിശ്വാസമാണ് പാർട്ടി നേതാക്കളും അണികളും ഇപ്പോൾ ആവേശത്തോടുകൂടി രാഷ്ട്രീയ കേന്ദ്രങ്ങളോട് പങ്കുവെക്കുന്നത്. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.